വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാട്ടോ. അപ്പോൾ എനിക്ക് കോളേജ് സ്റ്റാർട്ട് ആവാറായേ. അപ്പോൾ കോളേജിലേക്കുള്ള ഐറ്റംസ് മേടിക്കാനായിട്ട് ഇന്ന് ഞാനും അമ്മയും കൂടി പോകുക കേട്ടോ. അപ്പോൾ പോയാലോ അമ്മേ? ഓക്കെ, വയോ. അപ്പോൾ ദേ ഗൈസ്, അങ്ങനെ പോകാൻ വേണ്ടി അമ്മ കയറുക കേട്ടോ. ഞങ്ങളങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ചെരുപ്പും ബാഗും നോക്കാനാണ് കേട്ടോ. അപ്പോൾ എടപ്പള്ളിയിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ദേ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഗൈസ്, നമ്മളങ്ങനത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പോകുക കേട്ടോ. കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ വന്നേക്കുന്നത് ഇൻസ്റ്റയിലാണ്. ചെരുപ്പും ബാഗും എല്ലാം കുറേ ഉള്ള സ്ഥലമാണ്. നമ്മൾ മെയിനായിട്ട് മേടിക്കാൻ വരാറും ഇവിടെ ആട്ടോ. അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെരുപ്പ് മേടിച്ചിട്ട് ഞങ്ങൾ ബാഗ് നോക്കാനായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്കങ്ങനെ ബാഗ് കിട്ടിയില്ല. ബാഗ് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങളിനി വേറെ സ്ഥലത്ത് ബാഗ് നോക്കാൻ പോകണം. അപ്പം ചെരുപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ. അപ്പം ദാ ഞങ്ങളങ്ങനെ ടോളിൽ നിന്ന് പോയി ചെരുപ്പൊക്കെ മേടിച്ച് ബാഗ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ആ ബാഗ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ ടോളിൽ നിന്ന് ചെരുപ്പൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ പോത്തീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചിനി ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പം അങ്ങനെ പോത്തീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി പോത്തീസ് എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളങ്ങനെ പോത്തീസ് എത്തിയിട്ടാ. അപ്പം നമ്മൾ പോത്തീസിൻ്റെ പാർക്കിങ്ങിലോട്ട് വണ്ടി ഇടാനായിട്ട് പോകുവാണ്. നമ്മളങ്ങനെ പോത്തീസ് എത്തിയിട്ടാ. കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ലാവിശ്യ സ്ഥലമാണ്. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേയും കൂടി ആയതുകൊണ്ടിട്ട് നല്ല സ്ഥലമുണ്ട്. ഇതേ നമ്മളങ്ങനെ പോത്തീസിലോട്ട് കയറാൻ പോവുകയാണ്. കറപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിംഗ്. അപ്പം നമ്മളെടുത്തിട്ട് കാണിക്കാവേ. ഗൈസ്, ഇതാണ് ആദ്യം എടുത്തത്. ഇത് കോട്ട് സെറ്റാണ്. അടിപൊളി സംഭവം. അപ്പം സെറ്റ്. അടുത്തത് ഇതാണ് കേട്ടോ. ടോപ്പ് പാൻറ്റും ആയിട്ട് കോട്ട് സെറ്റാണ്. ഇതാണ് അപ്പം അടുത്തത്. അടുത്തത് ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഇത് ടോപ്പ് പാൻസ് ഷാളായിട്ട്. അപ്പം ഇതും സെറ്റ്. ഇതാണ് അപ്പം നമ്മൾ അടുത്തെടുത്തത് കോട്ട് സെറ്റാണ്. ഇതാണ് അടുത്തത് എടുത്തത്. അപ്പം അതേ അങ്ങനെ നമ്മൾ എടുത്തു. ഞാനെടുത്തതിൻ്റെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മക്കത് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് എടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതെ, ഞങ്ങൾ കോഫി കുടിക്കട്ടെ. ഇപ്പം സമയം പക്ഷെ 1:30 അടുക്കിയായിട്ടാ. അപ്പോഴാണ് ഇവിടെ കോഫി കുടിക്കണം. ഇറങ്ങാൻ ലേറ്റായി പോയി. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഇറങ്ങിയപ്പോൾ 11:30 ആയിപ്പോയി. നമുക്കപ്പം ഇനിയിപ്പോൾ സാരി വേണം കേട്ടോ. സാരി നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ കഴിഞ്ഞിറങ്ങി. അമ്മ അവിടെ ഇരുന്ന് സന്ദനമൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ കഴിഞ്ഞിറങ്ങി. വല്ലാത്ത ഒരു പർച്ചേസായി പോയി. ഞങ്ങൾ ഇത്രയും മേടിക്കാൻ വന്നതല്ല, പക്ഷേ കൂടിപ്പോയി മേടിച്ച്.
ഇതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ. ഇവന്നതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ. ടീച്ചറിന് ഞാൻ എപ്പോഴും ഇപ്പം ഡാൻസ് ക്ലാസ്സിൽ ചെല്ലാത്തതിന് ഭയങ്കര പരാതി കേട്ടോ. അപ്പം എന്നെ തപ്പി പിടിച്ചതാണ്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ഒരു ഡാൻസ് ക്ലാസ് വെക്കുമ്പോൾ പോകണം. എനിക്ക് വെക്കണ ദിവസമൊക്കെ എനിക്ക് പരിപാടീസായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഞാനിനി ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഇടാട്ടോ. അപ്പോൾ സാധനമൊക്കെ വെച്ച് അതെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കണ വഴിയാണ്. അതെ നമ്മൾ വന്നേക്കണത് ചിയാങ്ങിലാണ്. ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കച്ചേരിപ്പടിയിലാണ് നമ്മൾ അവിടെ വന്നേക്കണം കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക കേട്ടോ. നമ്മളുടെ ഫുഡ് വന്നിട്ടാ. ഫുഡ് നമുക്ക് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായി. ഇതാണ് ഫുഡ്. അപ്പോൾ ഓക്കെ, ഞാനും കഴിക്കുന്നുണ്ട്. നമ്മളൊരു ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങോ ആൾക്കാരിടണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി കുറച്ച് പരിപാടീസ് ഉണ്ട്. ടാറ്റാ. അപ്പോൾ ഗൈസ് ഇനി അപ്പം അടുത്ത് നമ്മൾ അച്ഛൻ്റെ ഓഫീസ് വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോവുകയാണ്. ഓഫീസ് നോർത്തിലാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പം ഞങ്ങൾ മ്യൂസിനെ, ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ അഭിരാം മ്യൂസിനെ കൊണ്ടുപോയി അവിടെ പോത്തീസിൽ റിട്ടേൺ ആക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുകയാണ്. അപ്പം ദേ ഇതാട്ടാ അച്ഛൻ്റെ ഓഫീസ്. ഇവിടെ വന്നപ്പോഴത്തേക്കും വേറെ ടെസ്റ്റ് കിട്ടി. അച്ഛൻ ഇവിടെ ഇല്ല. അപ്പം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാം. അച്ഛനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗായ്സ്. വീഡിയോ ശരിക്കുള്ള വീഡിയോ. അതേ നമ്മൾ അച്ഛനെയും കണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാറിൻ്റെ കീ ഒക്കെ മേടിച്ചിട്ടാ. ഇനി ഞങ്ങൾക്കൊന്ന് കാറിൻ്റെ ഷോറൂം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നെട്ടൂരാണ്. അപ്പോൾ ഓൺ ബി ടു നെട്ടൂർ. ഗായ്സ് നമ്മളങ്ങനെ ദേ കിയയുടെ ഷോറൂം എത്തിയിട്ട ഈ അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഷോറൂം എത്തിയിട്ട് അങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ദേ ഇവിടെ കിയയിലെ ഷോറൂമിൽ വന്നിരുന്നിട്ട് ഒന്ന് കോഫി കുടിക്കുക കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കോഫി വേണം. അപ്പോൾ ദേ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും കുടിക്കുക. അപ്പോൾ ദാ നമ്മളങ്ങനെ കാറിൻ്റെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ബ്രോഡ്വേയിൽ വന്നേക്കുക കേട്ടോ. ബ്രോഡ്വേയിൽ നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ ബാഗ് നോക്കാൻ വേണ്ടിയാണ്. മറ്റേ രാവിലെ നമുക്ക് കിട്ടിയില്ല ബാഗ് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ ആദ്യത്തെ കടയിൽ കയറിയിട്ട് ബാഗ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നോക്കട്ടെ കേട്ടോ, എടുത്ത് കഴിഞ്ഞാൽ കാണിക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ കടയിൽ കയറിയിട്ട് കിട്ടിയില്ല കേട്ടോ. അങ്ങനൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം കണ്ടു വെച്ചിട്ടുണ്ട്, വേറൊന്നും കിട്ടിയില്ലെങ്കിൽ മേടിക്കാനായിട്ട്. അപ്പം നമുക്ക് അടുത്തടുത്തോട്ട് നോക്കാം. ഇവിടെ നോക്കണം. അതേ വൈകിട്ട് ഇപ്പം ഒരു 6:30 ആയിട്ട് നമ്മളിത് ഇങ്ങനെ ബ്രോഡ്വേ കൂടി ബാഗും തപ്പിയുള്ള നടപ്പാണ്. ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വെറൈറ്റി നോക്കിയിട്ട് ഒരു വെറൈറ്റിയും കാണുന്നില്ല. ഒന്നും ഇഷ്ടപ്പെടാതെ നോക്കിയുള്ള നടപ്പാണ്. കുറേ കടയിലേക്ക് കയറുന്നതുണ്ട്. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ അതേ നമ്മൾ 5 ബോക്സ് മേടിക്കാൻ നിൽക്കുക കേട്ടോ. എനിക്ക് നോക്കിയിട്ടൊന്നും കിട്ടണില്ല. അപ്പം അമ്മ നോക്കി തരാട്ടോ എനിക്ക് വേണ്ടിയിട്ട്. നോക്കിയെടുക്കട്ടെ. അപ്പോൾ അതേ ഇനി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നമുക്കിനി ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഈ ഒരു ടൈമും ഓഫീസ് ടൈമും എല്ലാം കഴിഞ്ഞു കൊണ്ടിട്ട് നല്ല രീതിക്കൊരു തിരക്കുണ്ട്. അപ്പം നമുക്കിനി
വീഡിയോ എത്തിയിട്ട് കാണാം. അപ്പൊ അതേ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയായപ്പോഴത്തേക്കും വീട് എത്താറായപ്പോഴത്തേക്കും കറക്റ്റ് മഴയായിട്ടാ. ഇത്ര നേരം ഒരു മഴ ഉണ്ടായില്ല. ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടൊക്കെ അടിപൊളിയായിരുന്നു. ഒരു വെയിലൊക്കെ ആയിട്ട് ഒരു മഴയും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നല്ലോണം എല്ലാം മേടിക്കാൻ പറ്റി. കറക്റ്റ് എത്താറായപ്പോഴത്തേക്കും മഴയായി. അതായാലും കുഴപ്പമില്ല, എല്ലാം സെറ്റായി നടന്നു. അപ്പൊ അതേ നമ്മളങ്ങനെ വീടെത്തിട്ടാ. വീടെത്തി അമ്മ ഗേറ്റ് തുറക്കുന്നു. ഓക്കെ, അപ്പൊ വീട്ടിൽ കയറിയിട്ട് കാണാട്ടാ. അപ്പൊ നമുക്ക് കോളേജിലേക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് കണ്ടാലോ. അപ്പൊ ആദ്യം തന്നെ ചെരുപ്പ് കാണിച്ചു തരാവേ. ചെരുപ്പ് നമ്മൾ മേടിച്ചേക്കുന്നത് 2 ചെരുപ്പാണ് മേടിച്ചേക്കുന്നത്. ഒരെണ്ണം സാരിയുടെ കൂടി ഇടാൻ ഇച്ചിരി ഒരു ഹീലുള്ള ടൈപ്പ്. ഇതാണ് ഒരു ചെരുപ്പ്. അടുത്ത ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അടുത്ത ചെരുപ്പ്. ഇത് ചുരിദാസിന്റെ കൂടെ ഇടാനായിട്ടാണ് ഈ ഒരു ചെരുപ്പ് മേടിച്ചേക്കുന്നത്. ഇതാണ് അപ്പൊ 2 ചെരുപ്പ് മേടിച്ചേക്കുന്നത് നമ്മള്. പിന്നെ അതുകൂടാതെ ബാഗ് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു ബ്ലാക്ക് കളർ ആയിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ ഇതൊരു ബ്ലാക്ക് അല്ല കേട്ടോ. ഇതൊരു എന്താ പറയാ കാപ്പി കളർ ആണ് ഈ ബാഗ്. അതുപോലെ തന്നെ അതെ വെള്ളക്കുപ്പി. പിന്നെന്താ ഇതാണ് എൻ്റെ ചോറ്റും പാത്രം. ചെറിയ ചോറ്റും പാത്രം, പക്ഷെ നല്ലോണം അത്യാവശ്യം കൊള്ളും കേട്ടോ, ഫുഡ് കൊള്ളും. അപ്പൊ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ പേഴ്സാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. പേഴ്സ്. അപ്പൊ ഇതാണ് ഈ ബാഗിനകത്ത്. അല്ലെങ്കിൽ നമുക്കപ്പോൾ ഡ്രസ്സ് കണ്ടാലോ. ഡ്രസ്സ് അപ്പോൾ എനിക്ക് കോളേജിൽ ഒരു ദിവസം ചുരിദാർ ഇടണം, അതുപോലെ തന്നെ ഒരു ദിവസം സാരി ഉടുക്കണം വീട്ടിൽ. ബാക്കി ദിവസം യൂണിഫോം ആണ്. അപ്പൊ ഞാൻ കുറച്ച് ചുരിദാർ സെറ്റും അതുപോലെ തന്നെ സാരി 2 എടുത്തിട്ടുണ്ട്. നമ്മളത് എടുത്തത് പോത്തീസിന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടാലോ. അപ്പൊ ആദ്യത്തത് ഇതാണ് കേട്ടോ. ഇത് ടോപ്പ്, അതുപോലെ തന്നെ ഇതതിൻ്റെ പാൻറ്, ഇത് ഷോള്. ഇതിങ്ങനെ ഒരു സെറ്റ്. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോപ്പ്, ഇത് പാൻറ്. ഷോളില്ലാത്ത ടൈപ്പാണ്. പിന്നെ ഇതും അങ്ങനെ ഷോളില്ലാത്ത ടൈപ്പാണ് കേട്ടോ. ഇതും ടോപ്പ് പാൻറായിട്ട്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് കേട്ടോ ഭയങ്കര എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. ഇത് ഈ ടോപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ പാൻസും. ഇതാണ് അടുത്തത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പ്, അതിൻ്റെ പാൻറ്, അതിൻ്റെ ഷോൾ. ഇതാണ് ഇത് അധികം റേറ്റ് ഇല്ലാതാണ്. കോളേജ് പേർപ്പസിനായതുകൊണ്ട് തന്നെ വലിയ റേറ്റ് ഇല്ലാതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഇതാണ് ഒരു സാരി എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വേറെ സാരി എടുത്തേക്കാണ് അടുത്ത സാരി എടുത്തേക്കുന്നത്. ഇതെനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലൗസ് ഒരു അടിപൊളി ബ്ലൗസാണ്. ഇതൊക്കെയാണ് നമ്മൾ കോളേജ് പർച്ചേസിങ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.